കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 22. നമ്മൾ ശ്ലോകം 31 വായിച്ചു അല്ലേ. ഇനി ഇത് വരെ ഒരുമാതിരി പറഞ്ഞതിന് ഇനി 1-2 ശ്ലോകം കൂടിയും പറയാനുള്ള എൻ്റെ ഒന്നിച്ച് പറഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടാവും നമുക്കത് ഓർമ്മിക്കാനായിട്ട്. അതായത് നമ്മളെന്താ 3 പറഞ്ഞുല്ലോ. ഏത് ഈ ഈ 3 ഭേദങ്ങൾ ഏത് ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം. ഈ 3 വ്യത്യാസങ്ങളൊക്കെ ഓരോ ഇന്ദ്രിയങ്ങളിലും നമുക്ക് വേർതിരിച്ച് കാണാം. ഏത് ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികം. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ ശരിക്കും മനസ്സിലാവും കേട്ടോ. കണ്ണ് അധ്യാത്മാണ്. കണ്ണ് അത് ഉള്ളുന്ന രൂപം കാണുകയാണല്ലോ, അത് പുറത്തല്ലേ, അത് അധിഭൂതാണ്, പുറത്തുള്ളത്. പിന്നെ ആദിത്യൻ അധിദൈവമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഇത് വ്യത്യാസം വരണമെന്ന് നോക്കാം. ആദ്യം ഇത് മനസ്സിലാക്കാം. നമ്മളെ ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അധ്യാത്മം, ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള എല്ലാ ഭേദങ്ങളും. ദേഹത്തിന് പുറത്തുള്ളത് ആധിഭൗതികം അല്ലേ, പുറത്തുള്ളത് ഫിസിക്കൽ, പുറത്തുള്ളത് കേട്ടോ. അതായത് ഈ നമ്മുടെ ദേഹത്തിന് പുറത്തുള്ളത്. പിന്നെ ആധിദൈവികം എന്ന് പറഞ്ഞാൽ ഈ അധിഷ്ഠാന ദേവതകളൊക്കെ. അത് നമുക്ക് കുറച്ചുകൂടി പറയുമ്പോൾ മനസ്സിലാവാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. എനിക്ക് ഇത്തിരി കൂടി അത് മനസ്സിലായ പോലെ തോന്നി. അതായത് ഇപ്പോൾ ത്വക്ക്, നമ്മുടെ ഈ തൊലി പറഞ്ഞു വെച്ചാൽ എന്താണ്? സ്പർശം അല്ലേ. നമുക്ക് സ്പർശമാണ് അതിൻ്റെ സ്പർശേന്ദ്രിയാണല്ലോ ത്വക്ക് അല്ലേ, തൊട്ടറിയാം. അതിൻ്റെ അധിദേവത ആരാണ്? വായു അല്ലേ. വായു ആണല്ലോ നമുക്ക് അടിക്കുമ്പോൾ ആ സ്പർശം അനുഭവപ്പെടും. അപ്പോൾ വായുവാണ് അധിദേവത. ത്വക്ക് എന്ന ഇന്ദ്രിയത്തിന് അനുഭവം എന്താ? സ്പർശം. അതേപോലെ ചെവിയുടെ അനുഭവം ശബ്ദം. അതിൻ്റെ അധിദേവതമാർ ദിക്പാലകന്മാരാണ്. ദിക്കാണ്. ഏത്? ചെവിയാണ് ഒരു ജ്ഞാനേന്ദ്രിയം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ത്വക്കൊരു ജ്ഞാനേന്ദ്രിയം, വായുവാണ് അതിൻ്റെ അധിദേവത, സ്പർശമാണ് അനുഭവം. ചെവിയാണ് അടുത്ത ജ്ഞാനേന്ദ്രിയം, ശബ്ദമാണ് നമുക്കതിൻ്റെ അനുഭവം അല്ലേ, ഇന്ദ്രിയത്തിൽ നിന്ന് കിട്ടുന്ന ആ അനുഭവം. ദിക്കാണ്, ദിക്പാലന്മാരാണ് അതിൻ്റെ ദേവതകൾ. അപ്പോൾ എല്ലാറ്റിനും അങ്ങനെ ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവും ഉണ്ട്. നോക്കൂ, ഇപ്പോൾ ത്വക്ക് അത് നമ്മുടെ മേലാണ്, അപ്പോൾ ആധ്യാത്മികം. സ്പർശം അത് തൊടുന്നത് അറിയണത് പുറത്താണ്, ആധിഭൗതികം. വായു ഭഗവാൻ ആധിദൈവികം, ദേവതയാണല്ലോ. അതേപോലെ തന്നെ ചെവി നമ്മുടെ ദേഹത്തിലാണ്, ആധ്യാത്മികം. ശബ്ദം കേൾക്കണതാണ് പുറത്തുനിന്ന് അല്ലേ, അപ്പോൾ അത് ആധിഭൗതികം. ദിക്കാലകന്മാർ ദൈവം, ആധിദൈവികം. അതേപോലെ തന്നെ നാവ് നമ്മുടെ ഉള്ളിലുള്ളതാണ്, ഒരു ജ്ഞാനേന്ദ്രിയാണ്. അതിൻ്റെ രസം ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അത് ആധിഭൗതികം. വരുണനാണ് ജലത്തിൻ്റെ നാഥൻ, അത് ആധിദൈവികം. മൂക്ക് അല്ലേ, മൂക്ക് നമ്മുടെ ജ്ഞാനേന്ദ്രിയാണ്, ഗന്ധമാണ് അനുഭവപ്പെടുന്നത്, അത് ആധിഭൗതികം. മൂക്ക് ആധ്യാത്മികം, ഗന്ധം ആധിഭൗതികം. അതിൻ്റെ ഇന്ദ്രൻ അശ്വിനി ദേവന്മാരാണ് അത്. ഇങ്ങനെ അപ്പോൾ അങ്ങനെയാണ് ബാക്കി ഇന്ദ്രിയങ്ങളൊക്കെ, മറ്റിന്ദ്രിയ ദേവതകളും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ഇനി അന്ധക്കരണം എടുത്താൽ മനസ്സ, ചിത്തം, ബുദ്ധി, അഹങ്കാരമല്ലേ അന്ധക്കരണത്തിലുള്ളത്. അതിൽ നോക്കൂ, ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരമാണ്. ചിത്തം എന്താണ്? ചിന്തിക്കുകയാണ് അതിൻ്റെ വഴി. ചിത്തം ആധ്യാത്മികം, ചിന്ത പുറത്തുനിന്നൊക്കെ വരും, അപ്പം അത് ആധിഭൗതികം. അതിൻ്റെ ആധിദൈവം ദേവൻ ഏതാണ്? വാസുദേവൻ. ചിത്തത്തിൻ്റെ ദേവൻ വാസുദേവൻ. പിന്നെ മനസ്സ് പറഞ്ഞാൽ സങ്കല്പ വികല്പങ്ങൾ പൊങ്ങ്, അത് മനസ്സ് ആധ്യാത്മികം. ഈ മനനം ഒക്കെ ഉള്ളത് ആധിഭൗതികം. ചന്ദ്രൻ ആണ് നമ്മുടെ ദേവത. ബുദ്ധി പറഞ്ഞു വെച്ചാൽ നമുക്ക് ആ വിവേകത്തോടു കൂടി നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ളത്. പിന്നെ ആ ബുദ്ധി നമ്മുടെ ഉള്ളിലാണ്, ആ മനസ്സിലാക്കാനുള്ളത് ആധിഭൗതികമാണ്. ബ്രഹ്മാവാണ് ബുദ്ധിയുടെ നാഥൻ. അഹങ്കാരത്തിൻ്റെയോ ഞാൻ എന്നുള്ള തോന്നൽ, അഹങ്കാരം, ഞാനാണ് കർത്തൃത്വം ഭോക്തൃത്വം ഒക്കെ, അതിൻ്റെ ദേവത രുദ്രൻ. അങ്ങനെ എല്ലാറ്റിനും
ഈ 3 ഭേദങ്ങൾ നമുക്ക് കാണാമെന്ന് പറയുകയാണ്. ആദിഭൗതികം, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. അപ്പം ഇതിലൊക്കെ നമ്മൾ കണ്ടുല്ലോ അതല്ലേ. അപ്പോൾ ഇങ്ങനെ ഗുണത്തിൻ്റെ ആ ആജിറ്റേഷൻ, ഗുണത്തിൻ്റെ ക്ഷോഭം കൊണ്ട് മായ ക്ഷോഭിച്ചിട്ടാണ് ഈ പ്രകൃതി. മായയിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്നത് മഹത്തത്വമാണ്. അതാണ്, അല്ലെങ്കിൽ പ്രാണൻ എന്നൊക്കെ പറയുന്നുണ്ട് പല ദിക്കിലും മഹത്വത്തിന്. ആദ്യം ആ ഗുണങ്ങളെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞുല്ലോ, തൈരിൽ നിന്ന് വെണ്ണ പോലെ ആദ്യം വേർപിരിയുന്നത് മഹത്തത്വമാണ് പറഞ്ഞുല്ലോ. അത് പ്രാണൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ അതാണ് അഹങ്കാരമായിട്ട് 3 പിരിയണതൊക്കെ. അപ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കൂ, അഹങ്കാരം ഇല്ലാച്ചോട്ടെ പിന്നെ ഒന്നുമില്ല. അപ്പം അഹങ്കാരം കൂടി ശമിച്ചാൽ പിന്നെ ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആലോചിച്ച് നോക്കുക, ആ മായയിലത്തെ ഗുണങ്ങളിൽ നിന്ന് പ്രാണൻ, മഹത്വം എന്ന് പറയണ്ട, പ്രാണൻ എന്ന് പറയുക. പ്രാണനിൽ നിന്നാണ് പിന്നെ ഈ അഹങ്കാരം ഉണ്ടാവണേ. അപ്പോൾ ആ അഹങ്കാരം അങ്ങോട്ട് അടങ്ങിയാൽ പതുക്കെ പ്രാണനും ആത്മാവിൽ അടങ്ങും. അപ്പം അഹങ്കാരം മുഴുവൻ തീർന്നാൽ ഈ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നുള്ള ഒരു ജ്ഞാനേന്ദ്രിയങ്ങളോ അവയുടെ അനുഭവങ്ങളോ അവയുടെ അതിദേവതകളോ ഒന്നുമില്ല. കാരണം അതൊക്കെ ഈ സാത്വികാഹങ്കാരത്തിൽ നിന്നാണ് ഈ അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടാവണം. രജോ ഗുണോ അഹങ്കാരത്തിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടാവണം. തമോ ഗുണത്തിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാവണം. അപ്പം നോക്കൂ, അഹങ്കാരം അടങ്ങി പിന്നെ ആ പ്രാണൻ അല്ലെങ്കിൽ മഹത്വത്വം തന്നെ ആത്മാവിൽ അടങ്ങും. മായയുടെ അപ്പുറത്താവും നമ്മളപ്പോൾ. അപ്പോൾ അഹങ്കാരം അടങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടായില്ല എന്ന് തടങ്ങിയിട്ടുള്ള, അതായത് ഈശ്വരൻ്റെ ഞാൻ വേറെ, ആ അനുഭവങ്ങളൊക്കെ ഈ അഹങ്കാരത്തിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ ഈ എന്താണ് നിത്യസത്യത്തിനെ അറിയാത്തവർക്ക് ഇങ്ങനെ വ്യർത്ഥമായിട്ടുള്ള സങ്കല്പ വികല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളുടെയും ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു ഇനി നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി ഇതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മൾ. കാരണം അഹങ്കാരത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പം നമുക്ക് അഹങ്കാരം ശമിച്ചാൽ പിന്നെ ആ മഹത്തത്വം അല്ലെങ്കിൽ പ്രാണനേ ഉള്ളൂ. അത് പതുക്കെ ആത്മാവിൽ അടങ്ങും. ഈ മായയ്ക്കപ്പുറത്താണല്ലോ ആത്മാവ്. പിന്നെ ഒന്നും നടക്കണില്ല അവിടെ. അപ്പോൾ ആത്മാവ് പതുക്കെ ഈ പ്രാണനും കൂടി ആത്മാവിലാണ് അടങ്ങിയ പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാവുന്നാണ്. അപ്പോൾ നമുക്കിനി 32 വായിക്കാം കേട്ടോ. 32 എനിക്കത് വളരെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പക്ഷെ ഈ ഓരോന്നിനും ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവും ഉണ്ടാകും. നമ്മൾ കണ്ടില്ലേ? ഇപ്പം നോക്കൂ, ചെവി നമ്മുടെ ഉള്ളിലാണ്, അത് ആധ്യാത്മികമാണ്. അല്ല, ചെവി നമ്മൾ തന്നെയാണ്. അത് കേൾക്കണ ശബ്ദം പുറത്തുനിന്നാണല്ലോ, പുറത്തല്ലേ നമുക്ക് കേൾക്കണത്. അപ്പോൾ അത് ആദിഭൗതികമാണ്. അതിൻ്റെ ദേവൻ ദിക്പാലകന്മാർ. അങ്ങനെ നമ്മൾ ഓരോന്നും കണ്ടുല്ലോ. കണ്ണ്, രൂപം, ആദിത്യൻ, അങ്ങനെയൊക്കെ കണ്ടില്ലേ? അതാണ്. ഇനി ഈ അഹങ്കാരം നിവൃത്തി മാത്രമേ, അഹങ്കാരം ശമിച്ചാൽ പിന്നെ നമുക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാവും. കാരണം അഹങ്കാരത്തിൽ നിന്നാണ് കണ്ടു നമ്മളിത് ഹോൾ തിങ് ഉണ്ടാവണതേ. അപ്പം 32 വായിക്കട്ടോ. യോസൗ ഗുണക്ഷോഭകൃതോ വികാരഃ പ്രധാനമൂലാൻ മഹത പ്രസൂതഃ അഹം ത്രിവിന്മോഹവികൽപ്പഹേതുർവൈകാരികസ്താമസ ഇന്ദ്രിയൈശ്ച. അർത്ഥം നോക്കാം. ഗുണക്ഷോഭകൃത, ഗുണങ്ങളെ ക്ഷോഭിപ്പിക്കുന്ന ഈ പരമാത്മാവ്, അല്ലെങ്കിൽ കാലം വരുമ്പോൾ, അതായത് ലീലകളാടണമെന്ന് തോന്നുമ്പോഴാണല്ലോ, അതായത് കാലമാകുന്ന ഒരു നിമിത്തം കാരണം ഗുണങ്ങൾ ക്ഷോഭിക്കുമ്പോൾ പ്രധാനമൂലാത് പ്രസൂത, പ്രധാനം ഉപാദാന കാരണമായിട്ടുള്ള മഹത്വത്തിൽ നിന്ന് ഉണ്ടായതാണ്. മഹത്വത്തിൽ നിന്നാണ് പിന്നെ എല്ലാം ഉണ്ടാവണമെന്ന് പറഞ്ഞുല്ലോ അല്ലേ? ക്ഷോഭിക്കുമ്പോൾ ആദ്യം മഹത്വത്വം അല്ലെങ്കിൽ പ്രാണൻ എന്നൊക്കെ പറയേണ്ട ചിലതിക്ക്. വൈകാരികം, അപ്പോൾ അതിൽ നിന്നാണ് സാത്വികം, ഞാൻ പറഞ്ഞത് തന്നെ, രാജസം, താമസം, ത്രിവൃത് വികാര എന്ന് 3 വിധമായ അഹങ്കാരം, അഹം, അസൗ, അഹം തത്വം ഉണ്ടാകുന്നത്. ആ മഹത്വത്തിൽ നിന്നാണ് ഈ 3 എണ്ണം.
മോഹവികൽപ്പഹേതു ഈ സ്വരൂപജ്ഞാനം കൊണ്ടുണ്ടായ വികല്പത്തിന് കാരണമായി ഭവിക്കുന്നു. എന്താണ് അപ്പം ഇതിൽ പറഞ്ഞു വെച്ചാൽ ഈ 3 തരം അഹങ്കാരങ്ങളും ഏതെന്നാണ് ഉണ്ടാവണത്? ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ക്ഷോഭം, അതിൻ്റെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ മഹത്തത്വം ഉണ്ടായിട്ട് അതിൽ നിന്നാണ് മായയിൽ അത് ഈക്വലായിട്ട് കിടക്കുമ്പോൾ ഒന്നും സംഭവിക്കണില്ല. ഭഗവാൻ എനർജി കൊടുക്കുമ്പോൾ അത് ആജിറ്റേറ്റഡ് ആവും മായ. അപ്പം അതിൻ്റെ ഈക്വലായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് മഹത്തത്വം ഉണ്ടാവണം. മഹത്തത്വം എന്നാണ് പിന്നെ ഈ 3 തരം അഹങ്കാരം ഉണ്ടാവണമെന്ന് പറഞ്ഞില്ലേ? ആ അഹങ്കാരമാണ് നമ്മുടെ അജ്ഞാനത്തിൻ്റെ മുഴുവൻ ഈ നാനാത്വം അനുഭവിക്കുന്നതിനും നമുക്ക് പലതും ഉണ്ടായി തോന്നണതും ഈ ദൃശ്യപ്രപഞ്ചമൊക്കെ സത്യമാണെന്ന് തോന്നണതും ഒക്കെ കാരണം ഈ 3 തരം അഹങ്കാരമാണ്. അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞാലും മതി. ഈ അഹങ്കാരമാണ് നമ്മുടെ അജ്ഞാനത്തിന് മുഴുവൻ കാരണം. അപ്പോൾ ആ അഹങ്കാരം കൂടി ശമിച്ചു വെച്ചാൽ പിന്നെ ഇതൊന്നുമില്ലേ? മഹത്തത്വം എന്നുള്ള പ്രാണനോ എന്താ വെച്ചാൽ അത് പിന്നെ ഒന്നുമില്ല. അപ്പം ആദ്യ ഗുണങ്ങൾ സാമ്യമായിട്ടുള്ള അവസ്ഥയിലാവുമ്പോൾ അങ്ങനെ നമുക്ക് ആത്മാവ് മാത്രമേ ഉള്ളൂ ബോധ്യവും. അതാണ് അതിന് ഇനി അത് എങ്ങനെ ജ്ഞാനത്തിലേക്ക് എത്താം എന്നാണ്. അപ്പം അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ഈ അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ടാണ് അജ്ഞാനം ഉണ്ടാവണ പറഞ്ഞുല്ലോ. എന്നാൽ എങ്ങനെ ജ്ഞാനത്തിലേക്ക് എത്താം എന്നാണ് അടുത്തതിൽ പറയാൻ പോണത് കേട്ടോ. യോസൗ ഗുണക്ഷോഭകൃതോ വികാരഃ പ്രധാനമൂലാൻ മഹതഃപ്രസൂതഃ അഹം ത്രിവിന്മോഹവികൽപ്പഹേതുർവൈകാരികസ്താമസ ഐന്ദ്രിയൈശ്ച. 3 അഹങ്കാരം ഉണ്ടാവണത് മഹത്തത്വത്തിൽ നിന്നാണ്. മഹത്തത്വം ഉണ്ടാവണത് ഈ 3 ഗുണങ്ങൾ ക്ഷോഭിക്കുമ്പോഴാണ്. അപ്പോൾ അതില്ല, ഈ അഹങ്കാരം ഇല്ല വെച്ചാൽ ഒന്നുമില്ല. പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് അഹം ബ്രഹ്മാസ്മി വെച്ചാൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് തോന്നാൻ. ഇനി 33 ആത്മപരിജ്ഞാനമയോ വിവാദോ ഹ്യസ്തീതി നാസ്തീതി ഭിദാർത്ഥനിഷ്ഠ വ്യർത്ഥോപി നൈവോ പരമേത പുംസാം മത്തപരാവൃത്തധിയം സ്വലോകാത്. 33 ഭിദാർത്ഥ നിഷ്ഠ, അതായത് ജീവാത്മഭേദം, ജീവനും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. അസ്ഥി ഇതി ഉണ്ട് എന്നും, ഞാൻ ജീവനാണ് ആത്മാവ് വേറെയാണ് എന്നുള്ള ഭാവം ഉണ്ട് എന്നും, ന അസ്ഥി ഇതി ഇല്ല എന്നുമുള്ള വിവാദം, ആ വാദം ആത്മാപരിജ്ഞാനമായ ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ സംശയമില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ന് പറയണത് ആത്മാവ് തന്നെയാണ്, ആത്മാവല്ലാതെ ഒന്നുമില്ല. അജ്ഞാനം ഉണ്ടെങ്കിലാണ് ആത്മാവ് വേറെ ജീവൻ വേറെ. വ്യർത്ഥാപി, ആ വിവാദം നിഷ്പ്രയോജനാണ്, വ്യർത്ഥാണ്. സ്വലോകാത്മത്ത, അതായത് സ്വസ്വരൂപമായിട്ടുള്ള എന്നിൽ നിന്നും ഭഗവാൻ പറയാണ് ഞാനാണ് നിൻ്റെ സ്വസ്വരൂപം, അതിൽ നിന്നും പരാവൃത്താധിയാം, ഈ പുറത്തേക്കുള്ള ബുദ്ധി, എല്ലാം പുറത്തേക്ക് നോക്കണേ ഉള്ളൂ, അകത്തേക്ക് നോക്കാൻ പറ്റാത്ത ആ ബുദ്ധിയോട് കൂടിയ പുംസം മനുഷ്യർക്ക് ന ഉപരമേത, ഒരിക്കലും എത്താൻ പറ്റില്ല. എന്താണ് ഈ ശ്ലോകം കൊണ്ട് പറയണ വെച്ചാൽ, ഈ എന്താണ് അജ്ഞാനം കൊണ്ടാണ് ഇതൊക്കെ തോന്നണത്. ഞാൻ വേറെ, അതായത് ജീവൻ വേറെ, ഞാൻ ജീവൻ എന്ന ആത്മാവിൽ നിന്ന് വ്യത്യസ്തം ഭേദം ഉണ്ട്, ഞാൻ ജീവൻ വേറെ ആത്മാവ് വേറെ എന്നുള്ള തോന്നലുണ്ടല്ലോ, ഇത് അജ്ഞാനം കൊണ്ടുണ്ടാവണതാണ്. എന്നാൽ ഇതൊക്കെ വാസ്തവമാണ് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിൽ എന്താ പറയണേ? അതെല്ലാം അജ്ഞാനം കൊണ്ടാണ് അവർ വാദിക്കണത്. കാരണം അപ്പം നിങ്ങളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്വസ്വരൂപം ഞാനാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഭഗവാൻ പറയുകയാണ് നിങ്ങൾ ശരിക്കും ഞാൻ തന്നെയാണ്, സ്വസ്വരൂപമാണ്, ആത്മാവല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല. പക്ഷെ നിങ്ങളത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാണ്. അല്ലാതെ അതുകൊണ്ട് ഇപ്പം നിങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ അത് ബാധിക്കില്ല. അതായത് ഇത് വ്യർത്ഥമായിട്ടുള്ളൊരു മായാമോഹമാണ്, ഇത് വേറെയാണെന്നുള്ളത്. അപ്പോൾ ഈ അഹങ്കാരം മായയുടെ ഗുണമായിട്ടുള്ള ഈ ത്രിഗുണത്തിൽ നിന്ന് വന്ന അഹങ്കാരം അഹങ്കാരത്തിനെ അടക്കാതെ ഒരിക്കലും നമുക്ക്
ആ ജ്ഞാനത്തിലെത്താൻ സാധിക്കില്ല. അപ്പം നമുക്ക് സ്വപ്നം കാണുന്ന സമയത്ത് നോക്കൂ, നമുക്ക് സ്വപ്നം ശരിയാണ് തോന്നൂലോ. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലല്ലേ സ്വപ്നമായിരുന്നു എന്ന് തോന്നുള്ളൂ, അല്ലേ? അതുപോലെയാണ് നമ്മൾ അജ്ഞാനത്തിൽ നിന്ന് ഉണർന്നാലേ നമുക്കിത് ഈ രണ്ടാണെന്നുള്ള ഭാവം മാറുള്ളൂ. ഈ ദ്വൈതഭാവം ഉള്ളോടത്തോളം കാലം ഇതന്നെ ശരി തോന്നും. അതാണ് ഭഗവാൻ പറയണത്. അതിന് ഒരു വഴിയുള്ളൂ, അഹങ്കാരത്തിനെ അടക്കുക. ഞാൻ എൻ്റെ കർത്തൃത്വം ഭോക്തൃത്വം അതില്ലാതെ ആയാൽ മാത്രമേ ഈ ഒരു മായാമോഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ദ്വൈതത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണ പോലെയാണ്. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് സ്വപ്നമല്ലാ തോന്നില്ല, ശരിക്കാന്നാ തോന്നണേ. നമ്മൾ പേടിക്കും, കരയും, സന്തോഷിക്കും. നല്ല സ്വപ്നമാണെങ്കിൽ സന്തോഷിക്കും, ചീത്ത സ്വപ്നമാണെങ്കിൽ കരയും, പേടിയാവണ സ്വപ്നമാണെങ്കിൽ പേടിക്കും. പക്ഷെ എപ്പോഴാണ് നമുക്കതിൻ്റെ ബോധം വരണത്? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രം. ഉണരണ വരെ അത് ശരിയാണ്. അതേപോലെ നമ്മളുടെ അജ്ഞാനമാകുന്ന സ്വപ്നത്തിലിരിക്കുമ്പോൾ അത് ശരിയാണ്. ജ്ഞാനമാകുന്ന ഉണർച്ചയിലേക്ക് വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതിനെന്താ ഒരു വഴി? അഹങ്കാരത്തിനെ മുഴുവൻ അടക്കണം. അഹങ്കാരം 0 ആവണം. കാരണം അല്ലെങ്കിൽ അഹങ്കാരം തിന്നാണ് എല്ലാം ഉണ്ടാവണതേ. അഹങ്കാരം 0 ആവണം വെച്ചാൽ എന്താ? ഈ ഗുണങ്ങൾക്ക് അതീതമായിട്ട് പോകണം. മായയുടെ ഉള്ളിലാവുമ്പോൾ എന്താ വെച്ചാൽ ഈ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ ക്ഷോഭിച്ചാൽ അപ്പം മഹത്വത്വം പിരിഞ്ഞു. മഹത്വത്തിൽ നിന്നാണ് അഹങ്കാരം. അപ്പം അഹങ്കാരം ശമിച്ചാൽ പിന്നെ മഹത്വത്വം അടങ്ങും. അതായത് ത്രിഗുണങ്ങളൊക്കെ സമനിലയാവും, ഒന്നും സംഭവിക്കുന്നില്ല, നമ്മൾ ആത്മാവ് തന്നെയായി തീരും. അതുപോലെയാണ് അഹങ്കാരം. ഇത് മിഥ്യ, ഇത് ശരിക്കുള്ളതല്ല. ജഗത്ത് മിഥ്യയാണെങ്കിലും ജ്ഞാനം ലഭിക്കുന്നത് വരെ ഇത് ഉണ്ടെന്ന് നമുക്ക് തോന്നും. എന്തൊരു കഷ്ടമാണല്ലേ. നമുക്കതാണ് എന്താ കാട്ടുക? ഭഗവാൻ തന്നെ കൃപ ചെയ്യണം. ആത്മാ പരിജ്ഞാനമയോ നിവാദോ ഹസ്തീതി നാസ്തീതി വിധാർത്ഥനിഷ്ഠ വ്യർത്ഥോപി നൈവാ പരമേത പുംസം മത്തപരാവൃത്തധിയാം സ്വലോകാത്. ഇനി ഉദ്ധവൻ ആദ്യ ക്വസ്റ്റ്യൻ. അപ്പം ഇനി ഉദ്ധവൻ ആദ്യ ക്വസ്റ്റ്യൻ നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നെയാണോ നോക്കാം നമുക്ക്. ഉദ്ധവ ഉവാച, രണ്ട് എണ്ണം ഉദ്ധവൻ്റെ ക്വസ്റ്റ്യനാണ്. ത്വത്തപരാവൃത്തധിയ സ്വകൃതൈഃ കർമ്മഭിപ്രഭോ ഉച്ചാവചാൻ യഥാ ദേഹാൻ ഗൃഹ്ണന്തി വിസൃജന്തി ച തന്മമാഖ്യാഹി ഗോവിന്ദ ദുർവിഭാവ്യമനാത്മഭിഃ നഹ്യേതത് പ്രായശോ ലോകേ വിദ്വാംസഃ സന്തി വഞ്ചിതാഃ. നമുക്ക് നോക്കാം 34 35. ഹേ പ്രഭോ, അല്ലേ 34 35. അതെ. ത്വത്തഃ അവരവരിൽ നിന്ന് പരാവൃത്തധിയ, അതായത് പുറത്തേക്കുള്ള ബുദ്ധി, പരാമുഖമായിട്ടുള്ള ബുദ്ധി, അകത്തേക്കുള്ള അന്തർമുഖ അല്ലാത്തത്, ബഹിർമുഖമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയവർ യഥാ എങ്ങനെ സ്വകൃതൈഹി കർമ്മഭി താൻ ചെയ്ത കർമ്മങ്ങളാൽ ഉച്ചാവചാൻ പലവിധങ്ങളായ ദേഹങ്ങളെ ഗൃഹ്ണന്തി സ്വീകരിക്കുന്നു, വിസർജന്തി ത്യജിക്കുന്നു. എന്താ ഇപ്പം ഇതിൽ പറയണ? ഈ ദിനേശുണ്ടോ ഉദ്ധവൻ ചോദിക്കുകയാണ്. അതോ ഭഗവാനെ ഇങ്ങനെ ബഹിർമുഖരായിട്ടിരിക്കണം, അതായത് അവനവനിലേക്ക് ആത്മാവാണ് ഞാൻ എന്ന് വിചാരിക്കാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോലുള്ള അജ്ഞാനികളുടെ കാര്യം. അപ്പം ഇങ്ങനത്തെ അജ്ഞാനികൾ, അതായത് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ബഹിർമുഖമായി വയ്ക്കുന്ന ഇങ്ങനത്തെ അജ്ഞാനികളെ എങ്ങനെയാണ് അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് പിന്നെയും ദേഹങ്ങൾ എടുക്കണു ത്യജിക്കണു ഒന്നും അറിയില്ല അവർക്ക്. അപ്പോൾ സകാമായിട്ട് കർമ്മം ചെയ്യും, അതിൻ്റെ ഫലങ്ങളെ അനുഭവിക്കാനായിട്ട് പിന്നെയും ജനിക്കും മരിക്കും. അതായത് അജ്ഞാനികൾ ഇങ്ങനെ ജനനമരണ ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പം ഈ ശരിക്കുള്ള ക്വസ്റ്റ്യൻ എന്താ അറിയോ ചോദിക്കണത്? ഈ ജനന മരണങ്ങളെ പറ്റിയിട്ടാണ്. നമുക്ക് വളരെ ഒരു രസമുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തതിലെന്താ? ഗോവിന്ദ, ഹേ ഗോവിന്ദ അനാത്മഭി, പിന്നെ എന്താണ് അനാത്മാവായിട്ടുള്ള, അതായത്
പിന്നെ അബുധന്മാർ ദുർവിഭാവ്യം ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത അതിനെപ്പറ്റി മമ ആഖ്യാഹി എനിക്ക് പറഞ്ഞു തരൂ. അതായത് എങ്ങനെ ഈ ജനന മരണ ചക്രം പിന്നെയും പിന്നെ ഏതത് വിദ്വാംസഹ ഇതറിയുന്നവർ ലോകത്തിൽ പ്രായശമിക്കവാറും ഇല്ല. അജ്ഞാനികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു നല്ല അറിവില്ല. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടെന്ന് അറിയണ്ടേ. ഹി വഞ്ചിതാഹ എന്തുകണ്ടാച്ചാൽ എല്ലാവരും ഈ മായയാൽ വഞ്ചിതരാണെന്ന്. അതാണ്, മായയാൽ വഞ്ചിതരാണ് എല്ലാവരും. എന്താ ബുദ്ധവൻ്റെ ചോദ്യമുണ്ടോ? ഹേ ഭഗവാനെ, ഈ ബഹിർമുഖമായിട്ട് ഇന്ദ്രിയങ്ങളെ ഒക്കെ വെച്ച് നടക്കണ അജ്ഞാനികളൊക്കെ സ്വന്തം കർമ്മഫലത്തിന് അടിമകളായിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് അനവധി ദേഹം എടുക്കണു, ത്യജിക്കണു. അതായത് ജനന മരണ ചക്രത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കണം. അവർക്കത് വേണ്ടാന്ന് വയ്ക്കാനോ വേണമെന്ന് വയ്ക്കാനുള്ള പിന്നെ സ്വാതന്ത്ര്യം ഇല്ല. കാരണം കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ അതിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു അറിയില്ല. അപ്പോൾ ഈ ഇല്ലാത്ത വികല്പങ്ങളിൽ ഇതെങ്ങനെ സംഭവിക്കണം? അതൊന്നും ശരിക്കുള്ളതല്ലേനും. ഒന്നും ഉള്ളതല്ല പറഞ്ഞില്ലേ, മിഥ്യയാണെന്ന് പറയുകയും ചെയ്തു ഇല്ലേ? ഭഗവാൻ ഇപ്പം പറഞ്ഞില്ലേ, ഇതെല്ലാം അഹങ്കാരം അടങ്ങി ഇതുണ്ടെന്ന് തോന്നും. സ്വപ്നം പോലെയാണ് പറഞ്ഞല്ലോ ഈ ലോകം. ശരിക്കും മിഥ്യയാണ്, സ്വപ്നം ശരിക്കുള്ളതല്ലല്ലോ. എന്താ തോന്നിച്ചാലും അതുപോലെ സ്വപ്നം പോലെ മിഥ്യ എന്ന് പറയുകയും ചെയ്തു. വലിയ ബുദ്ധിയുള്ളവർക്ക് പോലും ഇതിൻ്റെ രഹസ്യം മനസ്സിലാവണില്ല. അതൊന്ന് എനിക്ക് വിശദമാക്കി തരണം എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറയാച്ചാൽ ഇതിൽ ഈ ചോദ്യം എന്താ അറിയോ, ശരിക്കെന്നെ അതാണ് ഇതിലത്തെ ചോദ്യം തന്നെ. എന്താ വെച്ചാൽ ഈ ഈശ്വര വിമുഖരായിട്ട് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ സകാമമായിട്ട് കർമ്മം ചെയ്ത് ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടുന്ന മനുഷ്യർ അതിൻ്റെ പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും കർമ്മങ്ങൾക്ക് അനുസരിച്ച് പല ദേഹങ്ങൾ എടുക്കണു, ത്യജിക്കണു അല്ലേ? എന്താ ഉദ്ധവൻ്റെ ചോദ്യം വെച്ചാൽ ഒരു ജീവൻ്റെ മരണാനന്തര ഗതി എന്താണെന്നാണ് ചോദിക്കുന്നത്. മരണശേഷം ജീവൻ എന്താ ഉണ്ടാവണേ, എവിടെ പോണു, ഈ പുനർജന്മത്തിൻ്റെയൊക്കെ ഒരു കണക്കെന്താ, അല്ലെങ്കിൽ പുനർജന്മത്തിൻ്റെ പിന്നിലത്തെ നിയമം എന്താണ്, അതുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യം നമുക്ക് ശരിക്കും അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് ശ്ലോകത്തിൽ ശരിക്കും നമുക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാരണമാണ്. എന്താണ് മരണാനന്തരം എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെ ഇനി ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം എന്താ വായിച്ച 34 35 അല്ലേ നമ്മൾ വായിച്ച? അതെ. ഉദ്ധവ ഉവാച ത്വത്തഃ പരാവൃത്തധിയ സ്വകൃതൈഃ കർമ്മഭിപ്രഭോ ഉച്ചാവചാൻ യഥാ ദേഹാൻ ഗൃഹ്ണന്തി വിസൃജന്തി ച. അതായത് ദേഹം എടുക്കണു, കളയണു. തൻ മമാഖ്യാഹി ഗോവിന്ദ ദുർവിഭാവ്യമനാത്മഭി. ബുദ്ധിമാന്മാർക്ക് പോലും ഇതിൻ്റെ രഹസ്യം അറിയില്ല. അപ്പോൾ നഹ്യേതത് പ്രായശോ ലോകെ, ആർക്കും അറിയില്ല ഇതിൻ്റെ രഹസ്യം. വിദ്വാംസ സന്ധി വഞ്ചിതാഹ, എല്ലാവരും മായയാൽ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊന്ന് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത്. അതായത് മരണാനന്തര ഗതിയെ പറ്റിയിട്ടും ഭഗവാൻ പറയും. ഇപ്പോൾ ഒരു ജീവൻ്റെ മരണാനന്തര ഗതി നമുക്കറിയേണ്ടതല്ലേ അത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്തായാലും ചെയ്യാം. എന്താ അറിയോ, 36 ശ്രീ ഭഗവാൻ വാച. ഭഗവാൻ മറുപടി പറയണം. മനഃകർമ്മമയം നൃണാം ഇന്ദ്രിയൈഃ പഞ്ചഭിർയുതം ലോകാലോകം പ്രയാത്യന്യ ആത്മാ തദനുവർത്തതേ. 36 എന്താ പറഞ്ഞ വെച്ചാൽ പഞ്ചഭിഃ ഇന്ദ്രിയൈഃ യുതം, പ്രധാനമായിട്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ കർമ്മമയം, കർമ്മത്തിന് കൂടിയ നൃണാം മനുഷ്യരുടെ മനസ്സ്, പ്രധാനമായിട്ട് ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയ മനുഷ്യരുടെ മനസ്സ് കർമ്മമയം, കർമ്മത്തിന് അടിമപ്പെട്ടവരാണ്, കർമ്മത്തിന് അധീനരായ. ലോകാത്, ഈ ഒരു ദേഹത്തിൽ നിന്നും ലോകം വേറൊരു ദേഹത്തിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ദേഹം ത്യജിച്ചിട്ടേ കർമ്മഫലം അനുഭവിക്കാൻ വേറൊരു ദേഹം എടുക്കില്ലേ, പ്രയാതി പ്രവേശിക്കുന്നു. ആത്മാ ജീവൻ അന്യ, ആ മനസ്സിനേക്കാൾ അതിനേക്കാളും ജീവനെ, ആ മനസ്സിനെ
തദ്മന ആ മനസ്സിനെ അനുവർത്തതെ പിന്തുടരുന്നു. മനസ്സിനെ അത് അനുവർത്തിക്കല്ലാതെ അസ്വതന്ത്രനാണ് ഈ ജീവനെ. അപ്പം ഇതിലെന്താ പറയുക വെച്ചാൽ എല്ലാ ജീവജാലങ്ങളുടെയും 5 ഇന്ദ്രിയം, അതായത് പിന്നെ കർമ്മേന്ദ്രിയം നോക്കുക വെച്ചാൽ കർമ്മേന്ദ്രിയങ്ങളും എപ്പോഴും കർമ്മടന്മാരാണ് അല്ലേ. അങ്ങനെ ആ ഒരു ദേഹത്തിലിരുന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ജീവൻ വേറൊരു ദേഹത്തിലേക്ക് പോകുന്നു. അതായത് സാധാരണക്കാരുടെ കാര്യം പറഞ്ഞാൽ അജ്ഞാനികളുടെ കാര്യം. ഒരു ദേഹത്തിലിരുന്ന് കർമ്മം ചെയ്ത് അത് അവസാനിക്കുമ്പോൾ വേറൊരു ദേഹത്തിലേക്ക് പോകുന്നു. ആത്മാവ് ശരിക്ക് ഈ ജീവനിൽ നിന്ന് അന്യനാണെങ്കിലും ആത്മാവ് ജീവനാണെന്ന് വിചാരിക്കുകൊണ്ട് അങ്ങനെ തന്നെയാണ് നമ്മൾക്ക് തോന്നണത്. അതുകൊണ്ട് എന്താ ചെയ്യണത്, ഈ ആത്മാവും ഈ ജീവൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. ജീവൻ ദേഹാഭിമാനത്തോടു കൂടി ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യണു അല്ലേ. അപ്പം എന്താ ഉണ്ടാവണ, കർമ്മബന്ധനുണ്ട് ജീവനെ. എന്നാൽ ആത്മാവ് വേറെ അല്ലേ ചോദിച്ചു വെച്ചാൽ ജീവൻ ഞാൻ ഈ ദേഹം തന്നെയാണെന്നും ഞാൻ ആത്മാവിൽ നിന്ന് ഭിന്നനാണെന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ, അതായത് ആത്മാവ് അവിടെ ഉണ്ടെന്ന് തന്നെ മായ മറച്ചിരിക്കണോ ആത്മാവിനെ. അപ്പോൾ ആത്മാവിന് പിന്തുടരേ നിവൃത്തിയുള്ളൂ. മനസ്സിലാവണില്ലേ. ഇപ്പം നമ്മൾ പറയൂലോ, ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വരുള്ളൂ. എന്താ കാരണം വെച്ചാൽ നമ്മൾ ചെയ്യാം എന്നുള്ള വിചാരമുള്ളിടത്തോളം കാലം ഭഗവാൻ കൂടെ ഉണ്ടാവും, പക്ഷെ ഒന്നും ചെയ്യില്ല. അതുപോലെയാണ് അപ്പം അത്. നമ്മൾക്ക് ആവശ്യമില്ല എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ജീവൻ ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോണത്. അപ്പം ചൈതന്യത്തിനായി ആത്മാവ് കൂടെ ഉണ്ട്. ആത്മാവില്ലെങ്കിൽ ചൈതന്യം കിട്ടില്ലല്ലോ. പക്ഷേ ആത്മാവിനെ മറച്ച ആത്മാവ് ഉണ്ടെന്ന് തന്നെ ഭാവിക്കാതെയാണ് ജീവൻ പോണത്. അപ്പം ആത്മാവ് അതിന് പിന്തുടരുന്നു. പോകുന്നതും ചെയ്യുന്നതും എല്ലാം ഈ സൂക്ഷ്മ ശരീരമാണ്, ആത്മാവല്ല. അപ്പോൾ ആത്മാവും അതിൻ്റെ കൂടെ പോകണമെന്ന് തോന്നും, കാരണം ചൈതന്യമായിട്ട് നിൽക്കണു, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഭഗവാന്റെ ആദ്യത്തെ അതെന്താ പറഞ്ഞ വെച്ചാൽ ഈ 5 കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയ മനുഷ്യൻ്റെ മനസ്സ് കർമ്മം ചെയ്യണം എന്നുള്ളത് മനസ്സിന് ഒറ്റ വിചാരമേ ഉള്ളൂ. അപ്പോൾ ഓരോ ദേഹങ്ങളും സ്വീകരിച്ചിട്ട് പല ലോകങ്ങളിൽ കറങ്ങുകയാണ് ഈ സൂക്ഷ്മരൂപിയായിട്ടുള്ള ജീവൻ. അപ്പം ഈ ബോധരൂപനായിട്ടുള്ള ആത്മാവ് പിന്നാലെ പോണു, അതിനെ മറച്ചിരിക്കണോ. ഞാൻ ആത്മാവാന്ന് വിചാരില്ല. അപ്പോൾ ചൈതന്യം കൊടുക്കാൻ വേണ്ടി മാത്രം ആത്മാവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്യാൻ പറ്റില്ല എന്നല്ല, ആത്മാവ് ചൈതന്യം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. ആത്മാവാണെന്ന് വിചാരിക്കുന്നില്ല, അധ്യാസമാണ്, മറച്ചിരിക്കണു. അപ്പോൾ ആത്മാവിൻ്റെ സ്ഥാനത്ത് ജീവൻ ഞാനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാവെന്നുള്ള വിചാരമില്ല. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ അഖണ്ഡ ബോധരൂപനായിട്ടുള്ള ആത്മാവ് ആ ചൈതന്യത്തിന് വേണ്ടി മാത്രം സാന്നിധ്യം കൂടെ പോവും, അനുവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് ഈ ഏതുപോലെയാന്ന് ഒരു നല്ല ഉദാഹരണം ആര് പറഞ്ഞിട്ടുണ്ട്, എന്താണ് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമായി. എന്താ വെച്ചാൽ മരണത്തിൻ്റെ സമയത്ത്, ഇതിപ്പോൾ എന്താ പറഞ്ഞാൽ വെച്ചാൽ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ കർമ്മബന്ധനം കാരണം ഈ സൂക്ഷ്മ ശരീരം ഈ സ്ഥൂല ശരീരത്തിനെ മരിക്കുക പറഞ്ഞു വെച്ചാൽ സ്ഥൂല ശരീരം പോയില്ലോ. സ്ഥൂല ശരീരം വിട്ടിട്ട് ഈ സൂക്ഷ്മ ശരീരം കർമ്മബന്ധനം കൊണ്ട് ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി വേറെ ദേഹത്തിലേക്ക് പോണ സമയത്ത് പിന്നെ അധ്യാസം കൊണ്ട് എന്ത് ചെയ്യും, ഈ ആത്മാവ് ഇനി വേറെ ജീവനിൽ പോയാലും ചൈതന്യം വേണമല്ലോ, അല്ലാണ്ടൊന്നും നടക്കില്ലല്ലോ. ജീവന് ചൈതന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആത്മാവ് കൂടെ പോവും എല്ലാ ദിക്കിലേക്കും. അതേതുപോലെ വെച്ചാൽ സൂര്യൻ കർമ്മസാക്ഷിയല്ലേ. സൂര്യൻ ഒന്നിനും ഇടപെടില്ലല്ലോ. സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ആ വെളിച്ചം കർമ്മസാക്ഷിയായിട്ട് നിൽക്കണ പോലെ നിൽക്കണേ ഉള്ളൂ ആത്മാവ്. ഇപ്പം നമുക്ക് വെളിച്ചമുണ്ടെങ്കിൽ സൂര്യൻ ഇടപെടുന്നില്ലല്ലോ നമ്മുടെ ഒന്നിലും. നമ്മൾ ഒരു ചീത്ത പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ സൂര്യൻ കണ്ണടച്ച് ഇരുട്ടാക്കുമോ? നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവും ഇല്ലാണ്ട് സൂര്യൻ സാക്ഷി മാത്രമായിട്ട് നിൽക്കുകയാണ് പകൽ നടക്കണ എല്ലാ കാര്യങ്ങൾക്കും. അതുപോലെ പക്ഷെ എല്ലാം കാണുന്നുണ്ട്.
ആ പ്രകാശത്തിലെല്ലാം കാണുന്നുണ്ട്, പക്ഷേ ഒന്നും ചെയ്യില്ല. അതുപോലെ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞെടുക്കുക. അതുപോലെയാണ് ആത്മാവ്. കാരണം ആത്മാവാണ് ഞാൻ അറിയാത്ത ജീവൻ എന്ത് ചെയ്യും? സ്ഥൂല ശരീരം നശിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുകയാണ് ഒരു ശരീരത്തിൽ, ആ ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ഥൂല ശരീരം പോയില്ലോ. സ്ഥൂല ശരീരം പിന്നെ നീക്കില്ല. ആ ലിംഗശരീരം, മനസ്സടങ്ങുന്ന ആ ലിംഗശരീരം എന്ത് ചെയ്യും? കർമ്മബന്ധനം, അതായത് സകാമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ആ കർമ്മബന്ധനം കാരണം ആ കർമ്മബന്ധനങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് വേറൊരു ശരീരം പോയി എടുക്കും, ജനിക്കും. അപ്പം എന്താ ചെയ്യണേ? ഈ ആത്മാവ് അതിന് ചൈതന്യം കൊടുക്കാനായിട്ട് കൂടെ അനുവർത്തിക്കും. അങ്ങനെയാണ് ചെയ്യണത് എന്ന് പറഞ്ഞ് ഇന്നിവിടെ നിർത്താം. നമുക്ക് 36 വായിച്ചിട്ട്. ശ്രീ ഭഗവാൻ വാച മനഃകർമ്മമയം നൃണാം ഇന്ദ്രിയൈഃ പഞ്ചഭിർയുതം ലോകാലോകം പ്രയാത്യന്യ ആത്മാ തദനുവർത്തതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.